എൻ്റെ ഈ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഇന്ത്യയിലെ കോടതികളും സുപ്രീം കോർട്ട് അങ്ങനെയുള്ള സംഭവങ്ങൾ, അതായത് നമ്മുടെ ജുഡീഷ്യറി പ്രധാനപ്പെട്ട ഡെമോക്രസിയുടെ ഒരു പില്ലർ തന്നെയാണ്. പക്ഷെ കഴിഞ്ഞ കുറേ സമയമായിട്ട് നമ്മുടെ കോർട്ടും നമ്മുടെ സുപ്രീം കോർട്ടും അനാവശ്യമായ ഇന്റർവെൻഷൻ ജനാധിപത്യത്തിൽ നടത്തുന്നു. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രധാന തെളിവ് തന്നെയാണ് കാശ്മീര്. പെട്ടെന്ന് സുപ്രീം കോർട്ടിന്റെ ഭരണഘടനാ ബെഞ്ചിൽ വലിയ തർക്കമുണ്ടാകുന്നു. പെട്ടെന്ന് ഇവിടെ ഇലക്ഷൻ ഇത്ര നാളുള്ളിൽ നടത്താൻ വേണ്ടി ഓർഡർ വരും. ഇങ്ങനെയൊക്കെ വരുന്ന സന്ദർഭത്തില് ഗവൺമെന്റ് പറ്റില്ല എന്നുള്ള സ്റ്റാൻഡ് എടുക്കാൻ തയ്യാറാകണം. കാരണം നമ്മൾ ആലോചിക്കേണ്ട പ്രധാനപ്പെട്ട ഘടകമുണ്ട്. കാശ്മീർ എന്ന് പറയുന്നത് ഇന്നും ഇന്നലെ തുടങ്ങിയ ഒരു ഇഷ്യൂ അല്ല. അവിടെ മെജോറിറ്റി ആയിട്ടുള്ള മുസ്ലിം കമ്മ്യൂണിറ്റി, കാശ്മീർ വാലി ആ ഭാഗം മുഴുവനും അവര് ഇന്ത്യക്കെതിരെയാണ് കലാപം അഴിച്ചു വിടുന്നത്. അപ്പൊ അതിന് ആർട്ടിക്കിൾ 370 ആണെങ്കിൽ പല നിയമങ്ങൾ കൊണ്ടുവരുമ്പോൾ കോർട്ട് ചില കാര്യങ്ങളൊക്കെ മറന്നു പോവുക. ഏതാണ്ട് ലിബറൽ സ്വഭാവത്തിൽ കയറി വന്നിട്ട് ഒരു പ്രത്യേക കമ്മ്യൂണിറ്റിക്ക് അനുകൂലമായിട്ട് പെട്ടെന്ന് അവിടെ ഇലക്ഷൻ വരുന്നു. അവിടുത്തെ ലോ ആൻഡ് ഓർഡറിന്റെ സിറ്റുവേഷൻ ഇംപ്രൂവ് ചെയ്യാൻ 6 മാസമോ 1 വർഷമോ 2 വർഷമോ കൊണ്ട് കഴിയില്ല. അത്ര ഡീപ്പായിട്ട് പോയ ഒരു ഇഷ്യൂ ആണിത്. നമ്മൾ ശത്രു രാജ്യം അവരെ സഹായിക്കുന്നു. അന്തർദേശീയ തലത്തിൽ എന്ന് പറയുന്ന ഫയൽ, അതായത് കാശ്മീർ ഇഷ്യൂ, അതിനെ വല്ലാത്ത രീതിയിൽ അതുപയോഗിച്ച് ഇന്ത്യയെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നു. ഇപ്പം പല രീതിയിലുള്ള ഡിബേറ്റുകളൊക്കെ സ്റ്റാർട്ട് ചെയ്തു. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ചില കാര്യങ്ങളിൽ കോർട്ടിന്റെ കൂടുതലുള്ള ഇന്റർവെൻഷൻ ജനാധിപത്യ രീതിയിൽ ഭരിക്കുന്ന ഒരു ഗവൺമെന്റിന് മുകളിലാണ് ഇവിടുത്തെ കോർട്ടുകൾ, അതായത് കോടതികൾ എന്നുള്ള സംഭവം. അതിനെ മാറ്റാൻ ശ്രമിക്കണം. ജനാധിപത്യമാണ് ഏറ്റവും, കാരണം പാർലമെന്റിന്റെ മുകളിലല്ല കോർട്ട്. നിങ്ങൾക്കതിനെ പലതും ചോദ്യം ചെയ്യാമെങ്കിലും ചില സന്ദർഭങ്ങൾ, അതായത് കാശ്മീരിന്റെ ഇഷ്യൂ, അതേപോലെ ഒരു ഡിവിഷൻ കോർട്ടിന്റെ 2 പേര് ചേർന്ന് ജഡ്ജസ് അവരെടുത്ത ഭരണഘടനയുമായി ബന്ധപ്പെട്ട ചില തീരുമാനങ്ങളൊക്കെ റെഡിക്കുലസ് ആണ്, ഒരിക്കലും അംഗീകരിക്കാൻ പറ്റത്തില്ല. പിന്നെന്തോ ജനാധിപത്യം, കോടതി ഭരിച്ചാൽ മതിയല്ലോ. ഈ അവിടെ ഇലക്ഷൻ നടത്തണമെന്ന് പഴയ ഒരു ഭരണഘടനാ ബെഞ്ച് പറഞ്ഞു കഴിഞ്ഞു ഇത്ര സമയത്തിനുള്ളിൽ. ആ കോടതിയോട് തന്നെ ഗവൺമെന്റ് പറയാൻ തയ്യാറാകണം. എന്നാൽ ഗവൺമെന്റ് പൂർണ്ണമായിട്ട് കോടതി പോയി ഭരിക്കട്ടെന്ന് പറയണം. കാരണം തെറ്റായ കാര്യങ്ങളാണ് ഈ കാശ്മീർ ഇഷ്യൂവായി ബന്ധപ്പെട്ട് കോടതി പല ഇന്റർവെൻഷനും നടത്തിയിട്ടുള്ളത്. അതിന്റെ പേരിലാണ് നമുക്ക് ഇത്രയും പേര് നഷ്ടപ്പെട്ടത്. ഇത്രയും ഇൻസർജൻസിയിൽ ഏകദേശം 2 ലക്ഷം പേര് നഷ്ടപ്പെട്ടു. ഇതിനെയൊക്കെ ബ്ലൈൻഡായിട്ട് കണ്ട് കോർട്ട് വിടുന്ന പല തീരുമാനങ്ങളും അത് ഉറപ്പായിട്ടും നമ്മുടെ ജനാധിപത്യത്തെയും നമ്മുടെ രാജ്യത്തിന്റെ യൂണിറ്റിയെയും സുരക്ഷിതത്തെയും ബാധിക്കുന്നുണ്ട്. നമ്മുടെ സെക്യൂരിറ്റി എന്ന് പറയുന്നത് നമ്മുടെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഘടകമാണ്. അതാണ് ജനാധിപത്യത്തിന്റെ ഏറ്റവും, അതായത് എൻ്റെ ജീവനും സ്വത്തിനും ഇവിടെ ഞാൻ എലക്ട് ചെയ്യുന്ന ഗവൺമെന്റ് എനിക്ക് സംരക്ഷണം തരും. ആ സംരക്ഷണം കൊടുക്കാൻ പ്രാപ്തമല്ലാത്ത കാശ്മീരിൽ അവിടെ ഇലക്ഷൻ നടത്താൻ വേണ്ടി കോടതി ആഹ്വാനം ചെയ്യുമ്പോൾ അത് പറ്റില്ല എന്ന് പറയുവാനുള്ള തൻ്റെ കേന്ദ്ര ഗവൺമെന്റ് സുപ്രീം കോടതി കാണിക്കണം. കാരണം എൻ്റെ ഒരു അഭിപ്രായത്തിൽ വരാൻ പോകുന്ന 15-20 കൊല്ലം അവിടെ ഒരു ജനാധിപത്യമായി എലക്ട് ചെയ്ത് അവിടെ വരുന്ന, അതായത് മുസ്ലിം ഭൂരിപക്ഷ പ്രദേശത്ത് വരുന്ന ഗവൺമെന്റിന് എപ്പോഴും ഒരു പ്രോ ടെറർ ആറ്റിറ്റ്യൂഡ് ഉണ്ടായിരിക്കും. അത് എപ്പോഴും തെളിഞ്ഞിട്ടുണ്ട്. ഇപ്പൊ എന്തുകൊണ്ടാണ് ഈ കോർട്ട് ഏകദേശം 10-12 വർഷം മുമ്പ് 40ഓളം ക്രിസ്ത്യൻ ദേവാലയങ്ങളും സ്കൂളുകളുമാണ് ഈ ടെററിസ്റ്റുകൾ അടിച്ചു ഓടിച്ച് നശിപ്പിച്ച് കത്തിച്ചത്. ഈ കോടതിക്ക് സംഭവം അറിയില്ലയോ? അതേപോലെ അവിടെയുള്ള കാശ്മീർ പണ്ഡിറ്റുകളെ മുഴുവൻ അവിടെ ഓടിച്ചു കൂടെ കളഞ്ഞു. അപ്പം
മനസ്സിലാക്കേണ്ടത് അവിടെ മുസ്ലിം ഭൂരിപക്ഷമുണ്ട്, അവിടെ മത തീവ്രവാദമുണ്ട്, ISISന്റെ ആക്ടിവിറ്റീസ് ഉണ്ട്, റാഡിക്കൽ ഇസ്ലാം ഉണ്ട്, ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യമുണ്ട്. അതായത് ടെറർ ഔട്ട്ഫിറ്റും മോഡ്യൂൾസും ഫാക്ടറിയും ഒക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സ്ഥലമാണ്. അവിടെ ശക്തമായ രീതിയിൽ ജനാധിപത്യ ഭരണത്തില് അതിനെ മെരുക്കിയെടുക്കാൻ പറ്റത്തില്ല. കാരണം അവിടെ എലക്ട് ചെയ്ത് വരുന്നത് ഇവരോടൊക്കെ ഇപ്പൊ മെഹബൂബ മുഫ്തി അവരാരായിരുന്നു ബേസിക് പക്ക ടെററിസ്റ്റ് സ്ഥാനാർത്ഥി. അവരുടെ പിതാവ് ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രിയായിരുന്നു. അവിടെയുള്ള ഫറൂഖ് അബ്ദുള്ളയാണെങ്കിലും ഒമർ അബ്ദുള്ളയാണെങ്കിലും അവിടുത്തെ എല്ലാ മുസ്ലിം രീതിയിൽ വന്ന കോൺഗ്രസിന്റെ ആണെങ്കിലും എല്ലാവരും ഇവർക്കെല്ലാം ടെററിസ്റ്റ് ഓർഗനൈസേഷനുമായിട്ട് ബന്ധമുണ്ട്. ഇതെനിക്ക് നേരിട്ടറിയാവുന്ന വസ്തുതയാണ്. അവർ തന്നെയാണ് ഞാൻ അവിടെ പോയി കഴിഞ്ഞപ്പോൾ ടെറർ ഓർഗനൈസേഷനിൽ ആരെ പോയി കാണണമെന്നൊക്കെ പറഞ്ഞു തരുന്നേ. ആർക്കാണ് ഇപ്പോൾ ഇതിന് വോയിസ് ഉള്ള, ആർക്ക് ഇതിനെപ്പറ്റി സംസാരിക്കാൻ പറ്റൂ, കാരണം ഇവരുമായിട്ട് ബന്ധമുണ്ട് ഇവർക്ക്. ഇപ്പം ഇപ്പോഴത്തെ അങ്ങനൊരു സാഹചര്യത്തിൽ അതായത് കോർട്ട് എന്ന് പറയുന്ന പല കാര്യങ്ങളും അവിടുത്തെ ഇലക്ഷൻ ആണെങ്കിലും മറ്റുള്ള കാര്യങ്ങളിലും ഇന്ത്യയുടെ ജനാധിപത്യ സ്വഭാവത്തിന് മുകളിൽ കയറി ഇടപെടാൻ ശ്രമിക്കുന്നത് അത് ഇന്ത്യൻ ജനാധിപത്യത്തിന് ഭീഷണിയാണ്. ഈ കോർട്ടിൻ്റെ അകത്ത് കൊളീജിയം സിസ്റ്റം മാറ്റണമെന്നും പറഞ്ഞ് ഗവൺമെന്റ് ശ്രമിച്ചു കഴിയുമ്പോൾ കോർട്ട് എന്നത് മാറ്റാത്തേ. ജനാധിപത്യ രീതിയിൽ പോകട്ടെ. ഈ വേണ്ടാത്ത കാര്യങ്ങളിലൊക്കെ ഇതിനവർ ഇടപെടുന്നേ. കാശ്മീരെ ശരിക്കും ന്യൂട്രലൈസ് ചെയ്ത് അവിടെ ജനങ്ങൾക്ക് സീറോ ടോളറൻസ്, അതായത് ടെററിസ്റ്റുമായിട്ട് ബന്ധമില്ലാത്ത രീതിയിലാകുവാൻ വേണ്ടി മിനിമം 15-20 വർഷം എടുക്കും. അപ്പൊ അവിടെ ആവശ്യമെന്ന് പറയുന്നത് ജനാധിപത്യത്തിൽ എലക്ട് ചെയ്ത് മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമായ കാശ്മീരുകൾ അവിടെ ഭരണത്തിൽ വന്നാൽ ടെററിസം എക്സിസ്റ്റ് ചെയ്യും. നേരത്തെ ഒമർ അബ്ദുള്ള ഉണ്ടായിരുന്ന സമയത്താണ് ഏറ്റവും കൂടുതൽ അവിടെ ടെറർ ഗ്രൂപ്പുകൾ സർജ് ചെയ്തത്. എത്രയോ ഡാറ്റ എടുത്തു നോക്കും. അപ്പൊ അവിടെ വരേണ്ടത്, അതായത് മിലിറ്ററിയിൽ നോർത്തേൺ കമാൻഡുമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ സീനിയർ ലെഫ്റ്റനന്റ് ജനറലോ മേജർ ജനറലോ, കാരണം കാശ്മീരിനെ പറ്റി അറിയാവുന്നൊരു റിട്ടയർഡ് ആർമി ഓഫീസറോ അല്ലെങ്കിൽ നല്ലൊരു ബ്യൂറോക്രാറ്റോ അല്ലെങ്കിൽ ഓപ്പറേഷൻ ഈ സംഭവം ജനങ്ങളുമായിട്ട് ഇന്ററാക്ട് ചെയ്യണം. അപ്പൊ അതൊരു കേന്ദ്രഭരണ പ്രദേശമായിരിക്കണം 15-20 കൊല്ലം. എന്നാൽ അവിടെ വെൽഫെയറും ഇൻഫ്രാസ്ട്രക്ചറും ജോലിയും പരിപാടികളൊക്കെ നടക്കും. കാരണം അവിടെ ജനാധിപത്യമായിട്ട് പോകുന്ന ഈ ഭീകരവാദികളെ തെരഞ്ഞെടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഈ സംഭവങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും. അതിൻ്റെ ബന്ധപ്പെട്ട് ഞാനൊരു നേരത്തെ ഒരു വീഡിയോ ചെയ്തിരുന്നു. ഇവിടെ പഹാഡികളെന്നും പറഞ്ഞൊരു ഗ്രൂപ്പുണ്ട്, ജമ്മു അത് പഹാഡി എന്ന് പറഞ്ഞ മലയുടെ മുകളിൽ താമസം. അവർ ബേസിക്കലി ഹിന്ദു ബാക്ക്വേർഡ് ക്ലാസ് ആണ്. ഇപ്പം നേരത്തെ ഈ പറയുന്ന അവിടെ ആർമിയുടെ ഈ ഉയരങ്ങളിലുള്ള പല പാകിസ്ഥാന്റെ പോസ്റ്റുകൾ, അവിടെയൊക്കെ ആർമിയുടെ ക്യാമ്പ് ഇതുണ്ട്, പോസ്റ്റുകളുണ്ട് ഇന്ത്യൻ ആർമിയുടെ. അപ്പൊ അവിടെയൊക്കെ സഹായം എത്തിച്ചുകൊണ്ടിരുന്നത് നേരത്തെ, അതായത് കാശ്മീർ ഇൻസർജൻസിയുടെ പീക്കിലാകുന്നതിന് മുമ്പ് അവിടെയുള്ള മുസ്ലിങ്ങളും ഈ പഹാഡീസും ഒക്കെയാണ് ഹെൽപ്പ് ചെയ്തത്. അപ്പം അതിൻ്റെ പഹാഡീസ് അത്ര ഇല്ലായിരുന്നു, കാരണം ഇവർക്ക് സാധനങ്ങൾ ചുമന്നുകൊണ്ട് അവിടെ, കാരണം വണ്ടി എത്തത്തില്ല ഈ പോസ്റ്റുകളിലൊന്നും. എന്നിട്ട് അതിൻ്റെ ഒന്ന് കംപ്ലീറ്റ് മുസ്ലിങ്ങളെ അങ്ങ് മാറ്റി. അപ്പോൾ അവിടെ പഹാഡികൾ ഈ ജോലി ഏറ്റെടുത്തു. അപ്പൊ അവരാണ് ഈ സാധനങ്ങളൊക്കെ ചുമന്നെടുത്തുകൊണ്ട് പോയി ഈ കോൺട്രാക്ടേഴ്സ് ഇവരെ ഉപയോഗിച്ചിട്ടാണ് ആർമിയുടെ പോസ്റ്റുകളിൽ എത്തിക്കുന്നത്, അവർക്ക് ആഹാരവും സാധനങ്ങളും ഒക്കെ. ഇവര് പ്രശ്നമായി കഴിയുമ്പോൾ ഒത്തിരി പഹാഡികളെ വെടിവെച്ച് കൊടുക്കും. ഇപ്പൊ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഇവർ ബേസിക്കലി ബാക്ക്വേർഡാണ്, ഹിന്ദു കമ്മ്യൂണിറ്റിയാ. അപ്പൊ അവരൊന്നടങ്കം ഇന്ത്യൻ ആർമിയെ സഹായിക്കാൻ തീരുമാനിച്ചു. അതിന്റെ പേരിൽ ഇവർക്ക് ഈ പഠിക്കാനൊന്നും പറ്റത്തില്ല, വളരെ കുന്നിന്റെ മേളിൽ ഇവരെല്ലാം താമസിക്കുന്നത്, സ്കൂളൊക്കെ എങ്ങും വളരെ താഴെ. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഇവർക്ക് റിസർവേഷൻ കൊടുത്തു ഇത്ര, കാരണം അവിടെ ഹിന്ദുസ് മൈനോറിറ്റി. ആ സാധനം എടുത്തു മാറ്റാൻ വേണ്ടി ഈ പറയുന്ന ഒമർ അബ്ദുള്ള അവിടുത്തെ എല്ലാ പൊളിറ്റിക്കൽ പാർട്ടിയും ഒരുമിച്ച് പ്രൊട്ടസ്റ്റ് നടത്തുമായിരുന്നു കഴിഞ്ഞ 2 മാസം മുമ്പ്. ആലോചിച്ച് നോക്ക്, കാരണം അവർ ഇന്ത്യൻ പട്ടാളത്തെ സഹായിക്കുന്നു. പക്ഷെ പഹാഡികൾ സ്ട്രോങ് ആയിട്ട് നിന്നു. ഇപ്പൊ പഹാഡികളുടെ അകത്ത് പല ആൾക്കാരും അവിടെ പോലീസിലും അവിടെ JNK റെജിമെന്റിലും ഗവൺമെന്റ് സർവീസിൽ റിസർവേഷൻ കിട്ടിയപ്പോൾ ജോലിക്ക് കയറാൻ, കാരണം അവർ പഠിക്കാൻ തുടങ്ങി. അപ്പൊ ഇവന്മാർക്ക് പേടിയായി ഇവര് ഇന്ത്യൻ പട്ടാളത്തെ സഹായിക്കുന്ന ഹിന്ദുക്കളാണ്. ഇതാണ് ഞാൻ ഈ പറയുന്നത്, കോർട്ട് വേണ്ടാത്ത കാര്യങ്ങൾ കയറി ഇടപെടുക. അതേപോലെ തന്നെ അവിടെ ശരിക്കും ഹിന്ദു സെറ്റിൽമെന്റ് വരണം.
വന്നേ മതിയാവത്തുള്ളൂ. ഈ പഹാഡികളും അതേപോലെ പല ആൾക്കാരും ഈ കാശ്മീർ വാലിയിൽ വരണം. കാരണം അവരെ കയറ്റാതിരിക്കാൻ പരമാവധി ശ്രമിക്കുക. നേരത്തെ ടെററിസ്റ്റുകൾ അവിടെ ബിസിനസ് ചെയ്യുന്ന എനിക്കറിയാവുന്നൊരു ഫാമിലി, ഒരു ഹിന്ദു ഫാമിലി, അത് ഡൽഹിക്കാരനാണ്. അവരവിടെ മെഡിക്കൽ സ്റ്റോറിൻ്റെ ബിസിനസ്സാണ്. അയാളുടെ മകളെ എനിക്കറിയാം. ഞാൻ അവിടെ വെച്ച് പരിചയപ്പെട്ടു. അപ്പം അയാളെ വെടിവെച്ച് കൊന്നു. കാരണം അവിടെ മെഡിക്കൽ സ്റ്റോർ നടത്തുന്നത് ഹിന്ദു നടത്തുന്നത്. ഇങ്ങനെ സംഭവങ്ങൾ അവിടെ നടക്കുന്നത്. ഇതിനെപ്പറ്റി കോർട്ട് എത്രമാത്രം ഇതിനെപ്പറ്റി ഡീപ്പായിട്ട് പഠിച്ചിട്ടുണ്ട്. ഒരു ഭാഗത്ത് ടെററിസ്റ്റുകൾ ഇവിടെ ഹിന്ദുക്കളെ, ഇന്ത്യക്കാരനെ കയറ്റാതിരിക്കാൻ ശ്രമിക്കുന്നു. അവിടെ എങ്ങനെ ജനാധിപത്യത്തിൽ ഈ പറയുന്ന ടെററിസ്റ്റിന് അനുകൂലമായ ഗവൺമെന്റ് കയറി ഭരിച്ച് അവിടെ എന്താ ഉണ്ടാകാൻ പോകുന്നേ? ഇവിടെ ഒരു 15-20 വർഷം എടുക്കും ഇവരെ കംപ്ലീറ്റ് ആയിട്ട് ന്യൂട്രലൈസ് ചെയ്യുക. അവിടെ ജനങ്ങൾക്ക് ബോധ്യമായിട്ട് അവിടെ വെൽഫെയറും ഇൻഫ്രാസ്ട്രക്ചറും ജോലിയും ആ സ്റ്റേറ്റിന്റെ പുരോഗതി ഉണ്ടായി കഴിഞ്ഞാൽ മാത്രമേ ഇവരിൽ നിന്ന് ആ ടെറർ മോഡ്യൂൾസ് മാറുകയുള്ളൂ. കാരണം ഇത് ഇസ്ലാമിക മത തീവ്രവാദമാണിത്. അപ്പം അത് കൊടുക്കാൻ കോടതി തയ്യാറാകണം. അപ്പം അങ്ങനെ കൊടുക്കാൻ കോടതി പറ്റില്ല എന്ന് പറയുവാൻ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ തയ്യാറാകണം. കോടതി കയറി ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ മുകളിൽ, പാർലമെന്റിന്റെ മുകളിൽ കയറി ഭരിക്കുന്ന കാര്യം ഈ പരിപാടികളൊക്കെ നിർത്താൻ പഠിക്കണം. ഒന്ന്, വേണ്ടാത്ത ഭരണഘടനാ കാര്യങ്ങളിലും ഇന്ത്യൻ പാർലമെന്റിന് മേളിൽ ചൊറിയാൻ കോടതിയെ ഒരു കാരണവശാലും അനുവദിക്കരുത്. ഞങ്ങൾ എലക്ട് ചെയ്ത് തിരഞ്ഞെടുക്കുന്ന ഗവൺമെന്റിന്റെ മേളിൽ കോടതി കയറി ഭരിക്കാൻ വരുന്നത് അത് ഇന്ത്യൻ ജനാധിപത്യത്തെ തകർക്കുന്ന രീതിയാണ്. അതിന് നിങ്ങൾ ഏത് രീതിയിലുള്ള വ്യാഖ്യാനങ്ങൾ വന്നാലും ആവശ്യമുള്ള കാര്യങ്ങളിലാണ് ഇടപെടേണ്ടത്. നാഷണൽ സെക്യൂരിറ്റിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ കോടതി നിശബ്ദത പാലിക്കുകയാണ് ഏറ്റവും നല്ലത്. അവരവരുടെ ജോലിയിലേക്ക് പോകണം. ഇവിടെയൊക്കെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ പല പാഠങ്ങളും പഠിക്കണം. അതായത് കോർട്ടിനെ അവഗണിക്കേണ്ട സ്ഥലത്ത് അവഗണിക്കുക തന്നെ ചെയ്യണം, വേണ്ടാത്ത കാര്യങ്ങളിൽ ഇടപെടുമ്പോഴും. അപ്പം അതിന് ഈ കാശ്മീരിന് പറഞ്ഞ ഇലക്ഷൻ നടത്തി ഇവിടെ പ്രശ്നമുണ്ടാക്കിയതിൽ സുപ്രീം കോടതിക്കും വലിയൊരു പങ്കുണ്ട്. അതവർ തള്ളിക്കളയാൻ പറ്റില്ല എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം.